ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആബി മുത്തച്ഛനോട് പറയുന്നുണ്ട്, ആദർശേട്ടനാകെ മാനസിക പ്രയാസങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് കമ്പനി നോക്കി നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് മാനസിക പ്രയാസങ്ങളൊന്നും ഇല്ലേന്ന്. അന്നേരം ഞാൻ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത്? എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞാൻ നല്ല രീതിയിൽ നവ്യേനെയും കുട്ടിയെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് എന്നോടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ നീ പറഞ്ഞാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർക്ക് കൂടെ അങ്ങനെ തോന്നണമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആദർശിനെ കമ്പനിയുടെ ചുമതല ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം ഒറ്റയ്ക്ക് ഈ കമ്പനികളെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദർശിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുവാണ്, ഇങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതകരമൊന്നുമില്ല. ഏതായാലും ഒരു കമ്പനിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എനിക്ക് തന്നല്ലോ, വളരെ സന്തോഷം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അതിലെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കും വിശ്വാസമാകില്ലല്ലോ എന്ന് അഭി പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് ഈ ബ്രാഞ്ച് തരാൻ തീരുമാനിച്ചത് ആദർശാണ്, ഞാനല്ല. അതുകൊണ്ട് നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ആദർശിനോട് പറഞ്ഞോണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു ബ്രാഞ്ച് കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനമൊക്കെ ഇവിടെ വന്ന് മുത്തശ്ശൻ്റെ അടുത്ത് ഇറക്കിയല്ലോ, അതൊക്കെ നടത്തേണ്ടത് ആദർശിൻ്റെ അടുത്താണ്. നീ ആദർശിനോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറയുമ്പോൾ അഭി പറയുവാണ്, ഏതായാലും അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന്. നേരെ അതെന്താടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അഭി പറയുവാണ്, അയാൾക്ക് വിവാഹത്തിന് മുമ്പേ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് അയാളോടുള്ള എല്ലാ മതിപ്പും പോയി. എല്ലാ തെറ്റും ചെയ്തിട്ട് വളരെ മാന്യനായിട്ട് ഇപ്പോഴും കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന അയാളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോകും. നേരെ ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശിക്കും മുത്തശ്ശനും. പക്ഷേ അവരൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് അഭി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, അവൻ്റെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് അവൻ്റെ കരണം തീർത്തൊരെണ്ണം കൊടുക്കാനാണ് തോന്നിയതെന്ന്. നേരെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവനെ തന്നെ അറിയാം, ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമെന്ന്. എന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. തെറ്റിൽ മുങ്ങി നിൽക്കുമ്പോഴും അവൻ അഹങ്കാരം കൈവിട്ടിട്ടില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് ഇങ്ങനെ ഓഫീസിൽ എന്തൊക്കെയോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട്. എന്നിട്ട് അനി ചോദിക്കുകയാണ്, ആദർശേട്ടാ, ഞാനൊരു കാര്യം ആദർശേട്ടനോട് പറഞ്ഞായിരുന്നു, നന്ദുവിൻ്റെ കാര്യം. അത് കഴിഞ്ഞ് ആദർശേട്ടൻ നന്ദുവിനെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെന്തിനാ നീ അറിയുന്നത്? അവളുടെ കാര്യം നീ നോക്കണ്ട, അവളെ എൻ്റെ അനിയത്തിയല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നു എന്ന് പറഞ്ഞ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. അവൾക്ക് അവളുടെ സമാധാനം വേണം, അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എടാ, നീ അവളുടെ പുറകെ നടന്നിരിക്കുന്നുണ്ടെങ്കിൽ അനാമിക ഇനി സഹിച്ചു എന്ന് വരില്ല. അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല. ആദർശേട്ടനും ചേച്ചി എങ്ങനെയാണ് ഏട്ടത്തിയെ എങ്ങനെയാണോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചത്, അതിനൊക്കെ കഷ്ടമായിട്ടായിരിക്കും ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അതിനേക്കാൾ പരിതാപകരമാണ് അവൾ മാനസികമായി മാത്രമല്ല ശാരീരികമായും എന്നെ ഇടയ്ക്ക് ഉപദ്രവിക്കാറുണ്ട്. ദേഷ്യം വരുമ്പോൾ അവൾ ബെൽറ്റ് എടുത്ത് തന്നെ അടിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുക, എങ്കിൽ ഈ കാര്യം അറിയുമ്പോൾ ഇനിയും നീ നന്ദുവിനെ കാണാൻ പോയി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കൈ കിട്ടുന്ന എടുത്ത് നിൻ്റെ തലക്കിട്ട് അടിക്കുമെന്നും പറയുമ്പോൾ അനി പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന് എനിക്കറിയാം. ഇതെല്ലാം സഹിക്കാൻ മേലാതെ ആകുമ്പോൾ ഞാൻ അവളുടെ കഴുത്ത് പിടിച്ച് ഞെക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ പലതും സംഭവിക്കും, അത്രയും നടക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകുമ്പോൾ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആദർശനെ എങ്ങനെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ട്രെയിനർ വേണുവിനെയാണ് കേട്ടോ. വേണുവിനെ കാണാനായിട്ട് അനാമികയും രേവതിയും അവരെല്ലാവരും ഇങ്ങനെ ചെന്നിട്ടുണ്ട് കേട്ടോ. വേണുവൊക്കെ ചെന്നിട്ടുണ്ട്. അവർ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം നന്ദുവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഇനി അവളുടെ കാര്യം ഓർത്ത് നിങ്ങളാരും ടെൻഷൻ ആകണ്ട. അവളെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ റിപ്പോർട്ടും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവൾ ക്യാമ്പിലെ ആരെക്കാളും ഇപ്പം നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോലീസ് ആകാനുള്ള യോഗം അവൾക്കില്ല എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൾ നല്ല ഫിറ്റാണ്, അത് ഞങ്ങൾക്കറിയാം. 2-3 ആണുങ്ങളെ അവൾ ഒറ്റയ്ക്ക് നിന്ന് ഇടിച്ചിടും. അങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, എന്നെ രേവതിയെ അവൾ വീട്ടിൽ കയറി തല്ലിയതാണ് എന്ന് പറയുമ്പോഴേക്കും അയാളിങ്ങനെ ചോദിക്കും, നിങ്ങൾ എന്നിട്ട് കേസൊന്നും കൊടുത്തില്ലേന്ന്. അന്നേരം വേണു പറയും, അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്താലും അനന്തപുരിയിലെ 2 മരുമക്കളുടെ അനിയത്തി ആയതുകൊണ്ട് അവരത് ഒതുക്കി തീർക്കും. അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോയില്ല എന്നിങ്ങനെ പറയും. നേരെ അങ്ങേര് പറയുന്നുണ്ട്, എങ്കിൽ ഇനി ഇതിൻ്റെ പുറകെ ഒന്നും പോകേണ്ട, അവൾ പോലീസ് ആകില്ല. പോലീസ് യൂണിഫോം ഒന്നും അവൾക്ക് കിട്ടില്ല, അത് ഞാൻ ഉറപ്പ് തരാൻ ഇങ്ങനെ പറയുകയാണ്. അന്നേരം വേണു ചോദിക്കുന്നുണ്ട്, സാറിനെ ആരോ ഇരുട്ടത്ത് തല്ലി എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ആരാണെന്ന് കണ്ടുപിടിച്ചോ? അന്നേരം പറയും എനിക്ക് ഓർമ്മയില്ല, മദ്യപിച്ച സമയമായിരുന്നു, അതുകൊണ്ട് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്നറിയാമോ, അതോ പെണ്ണാണെങ്കിൽ അവളായിരിക്കുമോ എന്ന് പറയുമ്പോൾ അതും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അങ്ങേര് പറയുന്നത്. എന്നിട്ട് അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം? മോളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഏതായാലും ആ ഭർത്താവ് അവളെ കാണാനായിട്ട് ക്യാമ്പിൽ വന്നായിരുന്നു എന്ന് പറയും. അന്നേരത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഞെട്ടുകയും എന്നിട്ട് ചോദിക്കും, നേരം പറയുന്നുണ്ട്, ട്രെയിനിങ് വന്നിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് ഭാഗമായിട്ട് നമ്മൾ പുറത്തു പോയാലും പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കരുത് എന്ന റൂളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അവൾ അത് തെറ്റിച്ചു, ആകെ ക്ഷീണത്തിലായിരുന്നു എന്നവൾ അങ്ങനെ ക്ഷീണിച്ച് ഒരിടത്ത് ഇരുന്ന സമയത്താണ് അവൻ വന്നത്, അവനോട് സംസാരിക്കുകയും ചെയ്തത്. അതും ഞാനൊരു കാരണമായിട്ട് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അന്നേരം വേണു പറയും, ഇതെങ്ങനെ വെറുതെ വിടരുത് മോളെ എന്നിങ്ങനെ. അന്നേരം അനാമിക മനസ്സിലിങ്ങനെ ഓർക്കുക, എന്നാലും ആ നാണം കെട്ടവൻ അവനെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നല്ലോ എന്ന്. അതിൻ്റെ കലിപ്പാണ് അനാമിക. അന്നേരം ട്രെയിനർ പറയുന്നുണ്ട്, നിങ്ങൾ വേണു കുടുംബകലഹം ഒക്കെ ഉണ്ടാക്കിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം, ഏതായാലും അവൾ പോലീസ് ആകില്ല എന്നത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, എന്നെ ഫോൺ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, ഇത്രയൊക്കെ ചെയ്ത് തന്നെ സാറിന് ഞങ്ങളൊരു ട്രീറ്റ് തരണ്ടേ, അതിനാ വന്നതെന്നും അവർ പറയുന്നുണ്ട്. പിന്നീട് നന്ദുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. നന്ദു ആകെ ഇങ്ങനെ വിഷമമാണ് കേട്ടോ, അനിയുടെ കാര്യമൊക്കെ ഇങ്ങനെ അറിഞ്ഞ് അനീനെ ഇങ്ങനെ അജയൻ അടിച്ച കാര്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുക. നേരെ തുഷാര വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നീ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതൊക്കെ വിളിച്ചു പറഞ്ഞ് കുടുംബകലഹം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവൻ ഇങ്ങോട്ട് തന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ എന്ന് ചോദിക്കും. നേരെ തുഷാര പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ അവനുണ്ട്, അവൻ്റെ മനസ്സിൽ നീയുണ്ട്, പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കാൻ രണ്ടുപേർക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നേ ഉള്ളൂ എന്നിങ്ങനെ എനിക്ക് മനസ്സിലായി. ഏതായാലും അവളും അവനും തമ്മിൽ ജീവിതം ഇനി മുമ്പോട്ട് ഒരുപാട് കാലം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അങ്ങനെ ആ ഒരു ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന അവസരം മുതലാക്കി നീ അവനെ അങ്ങ് വിവാഹം കഴിച്ചോണം, അല്ലാതെ അവനെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിച്ചേക്കരുത്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ച നീ, നിനക്ക് അവനെ വിവാഹം കഴിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നതാണ്, അതും നശിപ്പിച്ചത് നീ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തുഷാര അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നന്ദു. പിന്നീട് ജാനകിയെ കാണിക്കുന്നു. ജാനകി ഇങ്ങനെ വിളിച്ച് അനാമിക പറഞ്ഞേക്കുക എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട്, ഞാൻ വീട്ടിലേക്ക് വരാം എന്നിങ്ങനെ പറഞ്ഞേക്കുവാണ്. അത് ജലജയോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെന്തോ ദേഷ്യത്തിലാ, എന്തോ വലിയ സംഭവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. ഏതായാലും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ കയറി വരിക. എന്നിട്ട് അനാമിക പറയുകയാണ്, അവൻ ആ നാണം കെട്ടവളെ കാണാൻ വേണ്ടി ട്രെയിനിങ് ക്യാമ്പിൽ ചെന്നേക്കുന്നു. ട്രെയിനിങ് ക്യാമ്പിൽ പുറത്തു നിന്നുള്ളവരെ ചെല്ലാനോ സംസാരിക്കാനോ പറ്റില്ലാത്തതാണ്, എന്നിട്ടും അവൾ പുറത്തിറങ്ങിയപ്പോൾ അവൻ പോയി കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് നിന്ന് തുള്ളുവാണ് കേട്ടോ. അന്നേരം എന്നാലും അവൻ എന്നാ സാധനം അവന് 3 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാൻ അവന് സമയമില്ല, അവൻ അവളെ കാണാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ അത്യാവശ്യം വെടിമരുന്നൊക്കെ ഇട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന എളുപ്പമായല്ലോ എന്ന് ഓർത്താവോ. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ദേവേനി വരും. നേരെ ജാനകി പറയുവാണ്, ദേ അവൻ്റെ വലിയമ്മ വന്നിരിക്കുന്നു, എല്ലാ കാര്യത്തിലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അങ്ങോട്ടങ്ങ് പറ എന്ന് പറയും. അന്നേരം കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ എന്നറിയത്തില്ലല്ലോ മോളെ, സത്യമാണോ എന്നറിയാതെ ഒരാളെ വിമർശിക്കരുത് എന്ന് പറയുമ്പോൾ, അയ്യോ ഇത് സത്യം തന്നെയാണ്, അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി എൻ്റെ ജീവിതത്തെക്കുറിച്ച് വിഷമവും സങ്കടവും ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാൻ വേണ്ടി അച്ഛൻ അവിടെ ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞതാണ്, അവൻ അവിടെ ചെന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ജലജ പറയും, ഇതങ്ങനെ വെറുതെ വിടരുത് ജാനകി, അവനെ വിളിച്ചിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ ഇപ്പോൾ തന്നെ അവനെ വിളിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ജലജ അവനെ മാത്രം ഇങ്ങനെ വിളിച്ചാൽ പോരെ, അവൻ്റെ അച്ഛനെ വിളിക്കും, ചേട്ടനാണ് അവൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, അവൻ മാത്രമല്ല വേറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവയാനിക്കിട്ടൊരു കുത്തു കൊടുത്തിട്ട് അങ്ങ് പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനിയും അജയനോട് ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഫോൺ വിളിച്ച് പെട്ടെന്ന് അവിടെ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടുപേരും കൂടെ പോരുക. നേരെ അനി ചോദിക്കുന്നുണ്ട്, അച്ഛാ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞത് എന്തിനാ, അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അറിയത്തില്ലടാ, ചെല്ലാൻ പറഞ്ഞു, ഏതായാലും ചെന്ന് നോക്കാം എന്ന് പറയും. എന്നിട്ട് അനിയെ അടിച്ചതിന് ഇങ്ങനെ ക്ഷമയൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ അവളെ എങ്ങനെയെങ്കിലും മാറ്റി നല്ലൊരു ജീവിതം നയിക്കാൻ നോക്കണം, ആദർശം ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ, എന്നിട്ട് അവരിപ്പോൾ നന്നായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്നില്ലേ, അതിനെ നീ ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് അതിന് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അവൾ എന്നോട് സ്നേഹമൊന്നുമില്ല, വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. ഏതായാലും അവരിങ്ങനെ വീട്ടിലോട്ട് എത്തുന്നു. ഈ സമയം കാലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ അനാമിക. അതിന് കൂടി അനാമികയ്ക്ക് ദേഷ്യം വരാവുന്ന രീതിയിൽ പിന്നെയും ചില ചോര മരുന്നിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അന്നേരത്തേക്ക് അവരിങ്ങനെ കയറി വരുന്നു. അന്നേരം ദേ വരുന്നു മോനും അച്ഛനും എന്നിങ്ങനെ ദേഷ്യത്തോടെ അനാമിക പറയുകയാണ്. കയറി വരുന്നത് ദേ ജാനകി ചോദിക്കുകയാണ്, ആ നാണം കെട്ടവളെ വഴുതിട്ട് നടക്കുന്ന നാണം കെട്ടവളെ കാണാൻ നീ പോയോടാ, ഇനിയിപ്പോൾ കള്ളം പറയാനൊന്നും നോക്കണ്ട, എല്ലാം അറിഞ്ഞിട്ടാണ് മോൾ വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ, എല്ലാം അറിഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരുന്ന ജാനകി അടിക്കാനായിട്ട് ചെല്ലുവാണ് കേട്ടോ. അന്നേരം അജയൻ കയറി തടയും.
എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം നേരത്തെ അറിഞ്ഞതാണ്, അവന് കൊടുക്കാനുള്ള ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തു, ഇനി നീ തല്ലണ്ട എന്ന് പറയും. അന്നേരം ജാനകി ദേഷ്യത്തോടെ ഇങ്ങനെ പറയുവാണ്, നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വഷളാക്കുന്നത് എന്ന്. അന്നേരം ജലജ പറയും, എന്തിനാ അജയേട്ടാ അവനെ തടഞ്ഞത്, അവന് 2 തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് നീ കയറി കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട, അവൻ തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു, അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, സമ്മതിച്ചു. പക്ഷേ അതേ നാണയത്തിൽ അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നടക്കുമോ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് മോളും കൂടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. നേരം ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അവൻ തെറ്റ് ചെയ്തിട്ടുള്ളത് അതേ നാണയത്തിൽ അവനോട് പ്രതികാരം ചെയ്യുകയാണോ ചെയ്യേണ്ടത്? കണ്ട ആൺകുട്ടികളുടെ കൂടെ പാർക്കിൽ പോയിരിക്കും ഒക്കെയാണ് ചെയ്യേണ്ടത്, അവനെ കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ നിമിഷവും ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഒരു ഭാരം ആവുമൊന്നുമില്ല, ആവില്ല. പിന്നെ എന്തിനാ ഇവൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാനിങ്ങനെ പുറകെ നടക്കുന്നത്, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അതാണല്ലോ അതിൻ്റെ ആവശ്യം നിനക്കില്ലല്ലോ, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു ഭാരവും അല്ല, എങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ജാനകി പിന്നെ ഇങ്ങനെ പോയി അനിയുടെ കോളറിന് കയറി പിടിക്കുമ്പോൾ, അമ്മ എന്നെ അടിച്ചാലും കൊന്നാലും പറയാനുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അനി. അന്നേരത്തേക്കും ജലജ, കണ്ടോ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അവൻ്റെ വലിയമ്മയ്ക്കും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്, എന്നിട്ടും അവന് പറയാനുള്ളത് പറഞ്ഞു, ഇതാണ് അവൻ്റെ സ്വഭാവം, അവന് ഇഷ്ടമുള്ളതുപോലെ അവന് ജീവിക്കുകയുള്ളൂ എന്നിങ്ങനെ ജലജ പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അതിന് മാത്രം അവനെ ഇങ്ങനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ ഓരോരുത്തരും അവരോട് പ്രതികാരം ചെയ്യാൻ നടക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അത് തന്നെ, അത് ഞാനും അംഗീകരിച്ചു തരുന്നു, ഞാനത് പലതവണ മോളോട് പറഞ്ഞതുമല്ലേ, മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേവയാനി ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ, എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട, ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത ഒരാളാണ് ആദർശേട്ടൻ, ആ ആദർശേട്ടൻ ഇവിടെ ആരും ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ വിമർശിക്കുന്നതോ ഞാൻ കേട്ടിട്ടില്ല. അപ്പം അവനെ ഫോളോ ചെയ്ത് നടക്കുന്ന അനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്നോട് കൂടുതൽ സംസാരിക്കാൻ ആരും വരണ്ട, എന്നെ ഉപദേശിക്കാനും വരണ്ട, ഏതായാലും ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമികയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുക. എന്നിട്ട് അങ്ങോട്ടങ്ങ് പോകുവേ. എന്നിട്ട് ജാനകി പറയുവാണ്, അവൻ്റെ ജീവിതം നശിച്ചു, പിന്നെ എങ്ങനെയാ ഓരോന്നും കണ്ടുപിടിക്കാൻ ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെയാടി അവനെ മാത്രം ഇങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നത്, ഇവിടെ വേറെ ഓരോരുത്തരും ചെയ്തത് നിൻ്റെ കണ്ണിൽ പെടുന്നില്ലേ, കണ്ട ചെറുക്കന്മാരുടെ കൂടെ പാർക്കിൽ പോയി കിടന്ന് കുഴഞ്ഞാടുന്നതൊന്നും നിനക്ക് തെറ്റു പറയാനില്ലേ, അതൊക്കെ നല്ലതാണെന്നാണ് നീ പറയുന്നത്, നിന്നെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ജാനകിയോട് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട, മര്യാദയ്ക്കിരുന്നോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചാണ് കേട്ടോ അജയൻ അങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, കുടുംബം നശിച്ചു തുടങ്ങി, ഇവിടെ ഒരുത്തൻ ചെയ്ത തെറ്റ് എല്ലാവർക്കും അറിയാം, എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുമല്ലേ എല്ലാവരും, അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും നടക്കുള്ളൂ, അടുത്ത ഓണവും വരാറായി, ഈ ഓണം ഇനി എങ്ങനെയാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ജലജ ഇതെല്ലാം കേട്ട്, ഈ കുത്തുവാക്കളെല്ലാം കേട്ട് അങ്ങനെ മിണ്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ദേവയാനിയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.